ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറേ ദിവസമായിട്ട് ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് വേറൊന്നുമല്ല, പൊന്നോട്ടിക്ക് എക്സാം ആയിരിക്കുകയാണ്. കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. LKG ക്ലാസ് ആണെങ്കിലും നമ്മളെ സംബന്ധിച്ച് അത് കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും അവർക്കത് പാടാണല്ലോ. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ വോയിസ് ഓവർ കൊടുക്കാനോ ഒന്നും സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസത്തെ ബ്രേക്ക് എടുത്തത്. ഇന്നിപ്പോൾ പൊന്നോട്ടി എക്സാമിന് പോവാണ്. ഫസ്റ്റ് ഡേ ആണ് പൊന്നോട്ടിയുടെ എക്സാം. കഴിഞ്ഞ വർഷവും പൊന്നോട്ടി LKGയിലായിരുന്നു. പക്ഷേ ആനുവൽ എക്സാം ആയപ്പോഴേക്കും പൊന്നോട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. സാധാരണ ടേം എക്സാമും ഒന്നും പൊന്നോട്ടിക്ക് എഴുതാൻ പറ്റാറില്ല. ഇന്നിപ്പോൾ കുഴപ്പമൊന്നുമില്ല. രാവിലെ കുളിപ്പിച്ചിട്ട് സ്കൂളിൽ വിടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവൾക്ക് രാവിലെ എണീറ്റപ്പോൾ തുമ്മലും ജലദോഷമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ തല കുളിപ്പിച്ചില്ല. ജസ്റ്റ് ഒന്ന് മേല് കഴുകിയതേ ഉള്ളൂ. ഇന്ന് തല കുളിപ്പിച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ ബാക്കി 3 എക്സാമും എന്തായാലും ഒക്കെ എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ തല കുളിപ്പിച്ചില്ല. പിന്നെ ഫുഡൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വാ, അമ്മൂമ്മ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വിളക്കിൻ്റെ മുമ്പിൽ ചെന്ന് എന്തോ പ്രാർത്ഥിക്കുവാണോ വേറെ വല്ലതും പറയുവാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു പോയി എല്ലാം എടുത്ത് വെക്കാൻ പറഞ്ഞു. ഇന്ന് പിന്നെ ടെക്സ്റ്റോ ബുക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പൊന്നൂട്ടി തന്നെ എടുത്ത് വെക്കാൻ ഞാൻ പറഞ്ഞു. പെൻസിലും സ്കെയിലും ഇറേസർ മാത്രം കൊടുത്തു വിട്ടാൽ എന്നാണ് ടീച്ചർ പറഞ്ഞേക്കുന്നത്. സ്കൂൾ ഡയറിയും എക്സാം ബോർഡ് എടുത്ത് വെച്ചായിരുന്നു. പക്ഷേ ടീച്ചർ പറഞ്ഞു എക്സാം ബോർഡ് വേണ്ട, ഒരു ബുക്ക്ലെറ്റ് ആയിട്ടാണ് എക്സാം നടത്തുന്നത്, അതുകൊണ്ട് എക്സാം ബോർഡ് കൊടുത്ത് വിടണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ ക്രയോൺസിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് തോന്നുന്നു. പിന്നെ എന്തെങ്കിലും കളർ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് പാടല്ലേ എന്ന് വെച്ചിട്ടാണ് അതും കൂടെ എടുത്ത് വെക്കാൻ പറഞ്ഞു. എന്നാൽ റെഡിയായി. ഫുഡൊക്കെ ഒരുവിധം കൊടുത്ത്. ഫുഡ് കഴിക്കുന്ന കാര്യം എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, പൊന്നൂട്ടിക്ക് ഫുഡ് കൊടുക്കാനുള്ള പാട്. പിന്നെ ഷൂ ഒക്കെ ഇട്ട് റെഡിയായി പോവുകയാണ്. പൊന്നൂട്ടി സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വന്നപ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര കാറ്റും മഴയും. ഈ വർഷം ഇത്രയും ഭയങ്കരമായിട്ടൊരു മഴ ഇവിടെ പെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ സ്കൂട്ടി നിറച്ച് പൊടിയായിരുന്നു, പിന്നെ അതെടുത്ത് മഴയത്തങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ച്. അതാണ് സംഭവം. നല്ല കാറ്റായിരുന്നു. അവളെ സ്കൂളിൽ വിട്ടിട്ടൊന്ന് കടയിൽ പോകാമെന്നാണ് ഞാനും അമ്മയും വിചാരിച്ചിരുന്നത്. അവൾ വരുമ്പോഴേക്കും ഇങ്ങ് വരാമല്ലോ, വെയിലത്ത് കൊണ്ടുപോകണ്ടല്ലോ എന്ന് വിചാരിച്ച്. ഒന്നും നടന്നില്ല. ഈ മഴയത്തൊന്നും പറ്റത്തില്ലായിരുന്നു. നല്ല ചൂടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പൊന്നൂട്ടി സ്കൂളിൽ നിന്നൊക്കെ വന്നു. അവളെ വിളിച്ചുകൊണ്ട് വരുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് പൊന്നൂട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്ളോഗേഴ്സാണ്, പ്രണവും പ്രവീണും. അവരുടെ വീഡിയോ ആണ് ഫുൾ ടൈം കാണുന്നത്. ഇപ്പോൾ ഒരു സെപ്പറേറ്റ് ചാനലായപ്പോഴും അമ്പൂട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് പൊന്നൂട്ടി കാണുന്നത്. ഭയങ്കര ഇഷ്ടം. ഫുൾ ടൈം ഇപ്പം കണ്ട വ്ളോഗ് തന്നെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഓറിയോ ഷേക്ക് വേണമെന്ന്. പൊന്നൂട്ടിയുടെ ഫേവററ്റ് ഓറിയോ ഷേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പിന്നെ അവൾക്ക് ഓറിയോ ഷേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത്. അവൾ അധികമൊന്നും കഴിക്കാറില്ല. ഒരു ഫുൾ ഗ്ലാസ് എടുത്താലും അവൾ അതിൻ്റെ പകുതി പോലും കഴിക്കാറില്ല. അത് എന്ത് സാധനമായാലും അത് തന്നെ. ഞാനാണ് കഴിക്കാറുള്ളത് കൂടുതലും. പിന്നെ കുറച്ചൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ തന്നു എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കടയിൽ പോകണമായിരുന്നു, ഇന്ന് തന്നെ പോയേ പറ്റുള്ളായിരുന്നു. അങ്ങനെ പൊന്നൂട്ടി അങ്ങോട്ട് കൊണ്ടുപോകാതെ വേറെ നിവർത്തിയില്ലെന്ന് മനസ്സിലായി. അപ്പോഴേക്കും നല്ല വെയിലായി. മഴ പെയ്ത ഒരു ദിവസമാണെന്ന് പറയത്തേ ഇല്ലായിരുന്നു. അത്ര ചൂടായിരുന്നു മഴ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും. പിന്നെ പൊന്നൂട്ടിയെ കൊണ്ട് പോകണ്ടെന്ന് വെച്ചതാണ്. അങ്ങനെ റെഡി ആയിട്ടൊക്കെ ഇറങ്ങി കതവ് കൂട്ടാൻ നേരത്താണ് അമ്മ താക്കോൽ എടുത്തില്ലെന്ന് മനസ്സിലായത്. അമ്മ പിന്നെ ഒന്നുകൂടെ തിരിച്ച് കയറി താക്കോൽ എടുത്തുകൊണ്ടൊക്കെ വന്ന് പൂട്ടി ഞങ്ങൾ പോയി. പൊന്നൂട്ടി എടുത്ത് വെയിലത്ത് ചാടല്ലേ എന്ന് പറഞ്ഞിരുന്നാൽ പൊന്നൂട്ടി കേൾക്കത്തില്ല. ഈ തറ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മഴ പെയ്തൊരു സ്ഥലമാണെന്നേ പറയത്തില്ല. ഫുള്ള് ഉണങ്ങി ഭയങ്കര വെയിലാണ്. നല്ല വെയിലായിരുന്നു കേട്ടോ. ഇന്ന് വെഞ്ഞാറമ്മൂട് ഫുള്ള് വെയിലായിരുന്നു. ഞങ്ങൾ തവാനിയിലാണ് പോയത്. തവാനിയിൽ ചെന്ന് കഴിഞ്ഞാൽ പൊന്നൂട്ടിക്ക് വേറൊരു ലോകമാണ്. പൊന്നൂട്ടി അവിടെ ഇരിക്കുന്ന എല്ലാം നമുക്ക് എടുത്തുകൊണ്ട് വരാൻ വെച്ചേക്കുവാണെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു സാധനമാണ് ഞാൻ മെയിനായിട്ട് വാങ്ങിക്കാൻ പോയത്. 2-3 ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് പറയുന്നത് പാസ്ത വേണോ അമ്മ, പാസ്ത വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ക്രീമി ആയിട്ടുള്ള പാസ്ത അത്ര ഇഷ്ടമല്ല. എനിക്ക് വെളുത്തിരിക്കുന്ന പാസ്ത വേണ്ട, എനിക്ക് റെഡ് കളർ സോസ് ഒഴിച്ചുള്ള പാസ്ത മതി എന്നാണ് അവൾ പറഞ്ഞത്. കഴിക്കുമെന്ന് അറിയില്ല. ഉണ്ടാക്കി കൊടുത്തിട്ടപ്പോഴൊന്നും കഴിച്ചിട്ടില്ല ഞാൻ. അത് പിന്നെ കുറേ നാളായി. ഞാൻ വെച്ച് കുറച്ചെങ്കിലും കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ എന്ന് പറഞ്ഞ് പാസ്ത എടുത്തു. കുറച്ച് സാധനങ്ങൾ മതിയായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് മുകളിലത്തെ ഫ്ലോറിൽ പോകണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് വാങ്ങിക്കാനൊന്നും ഇല്ലായിരുന്നു. അവൾക്ക് വെറുതെ അവിടെ നടക്കാനാണ്. മേക്കപ്പ് ഐറ്റംസൊക്കെ കണ്ട് നെയിൽ പോളിഷും റിമൂവറും പൊട്ടും സ്ലൈഡും ഒക്കെ കണ്ട് നടക്കാൻ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അവിടെ നിന്ന് എൻ്റെ അടുത്ത് പറയും കേട്ടോ, ഓരോന്നൊക്കെ വേണമെന്ന് പറയും. അതൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല. കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമില്ലാത്തൊന്നും വാങ്ങിച്ചു കൊടുക്കാറുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. എനിക്ക് വീട്ടിൽ അക്വേറിയത്തിലേക്ക് കുറച്ച് മീനെ വാങ്ങിക്കണമായിരുന്നു. ഗോൾഡ് ഫിഷിനെയൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ അവിടെ ഒരു നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു കടയുണ്ടായിരുന്നു. അവിടെ കയറിയപ്പോൾ ഫ്രണ്ടിൽ കണ്ട സാധനമാണത്. ഇത് മീനാണിത്. ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പൊന്നൂട്ടി പേടിച്ചു പോയി. കട ഓപ്പൺ ആയിരുന്നു, പക്ഷേ കടയിൽ ആളില്ലായിരുന്നു. അവിടുത്തെ ബോർഡിൽ കണ്ട നമ്പറിൽ കുറേ വട്ടം വിളിച്ചിട്ട് അവർ കോൾ എടുത്തതുമില്ല, തിരിച്ച് വിളിച്ചതുമില്ല. കട ഇങ്ങനെ തുറന്നിട്ടിട്ട് അവർ പോയേക്കുവാണ്. എനിക്കൊരു ഫാമിലി, ഒരു ചേട്ടനും ചേച്ചി ആയിരുന്നു പണ്ട് ചെല്ലുമ്പോൾ. ഇപ്പോൾ ഇനി അവർ മാറിയോന്നറിയാൻ വയ്യ. ഈ ഒരു കളർ ഫിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് വീട്ടിലുണ്ട്. ഇതും 2-3 വാങ്ങിക്കണം. ഗോൾഡ് ഫിഷ് വാങ്ങിക്കണം. പിന്നെ ഒരു ഫൈറ്ററിൻ്റെ ഒരു ബൗളും ഫൈറ്ററും കൂടെ വാങ്ങിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഒന്നും നടന്നില്ല. പിന്നെ എന്തായാലും കടയിൽ കയറിയില്ലേ. അവരാണെങ്കിൽ കട തുറന്ന് വെച്ചേക്കുകയും ചെയ്യുന്നു. കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു.
കുറച്ച് ഒത്തിരിയൊന്നുമില്ല, മീൻ കുറച്ചൊക്കെ ഉള്ളൂ. എനിക്കിതിൻ്റെ ഒന്നിൻ്റെയും പേരെനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് ഗോൾഡ് ഫിഷ് മാത്രമേ അറിയാവുള്ളൂ. ഗോൾഡ് ഫിഷിനെയും മേടിക്കണം. ഇതൊക്കെ ഫൈറ്ററാണെന്ന് തോന്നുന്നു. ഈ ഫൈറ്ററാണല്ലോ ഒറ്റയ്ക്ക്, ഫൈറ്ററിൻ്റെ കൂടെ വേറൊന്നിനെ ഇടൂലെന്നൊക്കെ പറയും, എനിക്കറിയില്ല. ഫൈറ്ററാണെന്ന് തോന്നുന്നു. ഞാൻ ഉദ്ദേശിച്ച ഫൈറ്റർ ഇതാണ്. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് ഞാൻ അപ്പം തന്നെ ചോറ് കഴിച്ചിട്ട് ഞാനൊരു പാസ്ത ഉണ്ടാക്കിയും കഴിച്ചു, ക്രീമി പാസ്ത. പൊന്നൂട്ടി ഇവിടെ പറഞ്ഞ പോലെ പൊന്നൂട്ടിക്ക് വൈകിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇത് കഴിച്ചാൽ അവൾ ചോറ് തിന്നത്തില്ല, ഇത് കഴിക്കത്തുമില്ല. 1-2 പീസ് എടുത്ത് കഴിക്കും, വയറ് വീർത്തെന്ന് പറഞ്ഞാൽ അടവും കാണിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.